ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ വിഭവമാണ്. അത് ചെമ്മീൻ മാങ്ങാക്കറി. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചട്ടിയിൽ ആ കറി കഴിച്ച് ഭയങ്കര കുറെ പേർക്ക് അറിയാം. അപ്പൊ എന്റെ ഒരു സ്റ്റൈലില് നമുക്കത് കുക്ക് ചെയ്യാം. ഇതിനാവശ്യമുള്ളത് ഒരു ചെറിയ സവാള, താളിക്കാനുള്ള കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങ വെണ്ണ പോലെ അരച്ചെടുത്തതാണ്. ഈ തേങ്ങയിൽ ഇതിൽ ചേർത്തേക്കുന്നത് 1 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഉള്ളി, കുറച്ച് ജീരകം ഇട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് പോകാം. അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചട്ടി ചൂടാവട്ടെ. എപ്പോഴും ഇൻഡോർ ആണ് ഷൂട്ട് ചെയ്യണത്. ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ബാൽക്കണിലോട്ട് മാറി. ഇതിന്റെ മെയിൻ ഐറ്റംസ് ആണിത്. വേണ്ട പച്ചമാങ്ങ ഉണക്കിയതാണിത്. കാരണം വെച്ചാൽ ഇവിടെ പച്ചമാങ്ങ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കിട്ടിയിരുന്നത്. അപ്പൊ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ചെമ്മീനും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇട്ടു കൊടുക്കും. ചെമ്മീൻ ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് നമ്മളൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് വെന്ത് വരാനുള്ള വെള്ളം മതി. ഇനി നമുക്കിതിനകത്ത് പൊടികൾ മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ടു, നമ്മൾ അരപ്പിൽ മഞ്ഞപ്പൊടി ചേർത്തതുകൊണ്ട് ഇതിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വേവട്ടെ. നമ്മളിതിൻ്റെ അകത്ത് മാങ്ങ ഇട്ട് കൊടുക്കാണ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു 4-5 പീസ് ഉണ്ട്. എനിക്ക് കുറച്ച് പുളി കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു 5 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തരട്ടെ കേട്ടോ. നമ്മുടെ ചെമ്മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യും. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് തിളക്കേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. കാരണം തിളച്ചു കഴിഞ്ഞാൽ ഈ തേങ്ങ എല്ലാം പിരിഞ്ഞു പോകും. അതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കറി ഏകദേശം അല്ല ഫുള്ളായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി താളിച്ചിട്ടാൽ മതി. നമുക്കിത് മാറ്റി താളിക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. നേരത്തെ വീഴായിരുന്നു. അത് ഇരുന്നിട്ടാണ് ഇന്നത്തെ കുക്കിംഗ് മൊത്തം. നന്നായിട്ട് കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പറയാത്തൊരു ഐറ്റമാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. നമ്മൾ ഇടിയമുളക് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ ഇടിയമുളക് എന്നാ പറയണ. നിങ്ങൾ എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ചൂടിൽ മാത്രം അതിങ്ങനെ മതി. നമ്മൾ ചട്ടിയിലോട്ട് ഈ താളിച്ചത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കളർഫുൾ ആയില്ലേ? നമ്മളിട്ട മാങ്ങ ഒരു പീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് പച്ചമാങ്ങ. ചെമ്മീനൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു പീസ് കഴിച്ചു നോക്കാൻ പോണേന്. പീസിന് നല്ല ചൂടാണ്, അതാണ് കഴിക്കാൻ പറ്റില്ല. എന്നാലും കഴിച്ചു നോക്കാം. ഉപ്പും
പുളിയും ആ തേങ്ങയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കുത്തിരി ചോറും ഒരു പപ്പടം ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ ഫുഡ് അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോസായിട്ട് നമ്മൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.